രാജ്യം തന്നെ നടുങ്ങിയ ചെങ്കോട്ട സ്ഫോടന കേസിൽ NIA ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. 10 പ്രതികൾക്കെതിരെയാണ് NIA കുറ്റപത്രം നൽകിയിരിക്കുന്നത്. ഡൽഹി പാട്യാല ഹൗസ് കോടതിയിലാണ് 7500 പേജുള്ള വലിയൊരു കുറ്റപത്രം തന്നെ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. കൊല്ലപ്പെട്ട പ്രധാന പ്രതി ഡോക്ടർ ഉമർ ഉൻ നബിയും മറ്റ് 9 പേരും അൽ-ഖയ്ദയുടെ ഭാഗമായ അൻസാർ ഗസ്വത്തുർ ഹിന്ദ് എന്ന ഭീകര സംഘടനയുമായി ബന്ധമുള്ളവരാണെന്ന് NIA അടിവരയിട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ശരിയത്ത് ഭരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ ഹെവൻലി ഹിന്ദ് എന്ന പേരിൽ ഇവർ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തതായി NIA വ്യക്തമാക്കി. 2025 നവംബർ 10-നായിരുന്നു രാജ്യത്ത് ഞെട്ടിച്ച സ്ഫോടനം നടന്നത്. 9 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ചാവേറായി എത്തിയ പുൽവാമ സ്വദേശി ഡോക്ടർ ഉമർ ഉൻ നബിയും കൊല്ലപ്പെട്ടിരുന്നു. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽ ഫലാഖ് സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഇദ്ദേഹം. തീവ്രവാദ ആശയങ്ങളിൽ ആകൃഷ്ടരായ ചില ഡോക്ടർമാരും മെഡിക്കൽ പ്രൊഫഷണലുകളും ചേർന്നാണ് ഒരു ഗൂഢാലോചന നടത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. സ്ഫോടനത്തിന് ഉപയോഗിച്ച TATP എന്ന മാരക സ്ഫോടക വസ്തു ഇവർ പരീക്ഷണങ്ങളിലൂടെ സ്വന്തമായി നിർമ്മിച്ചതാണ്. കാർ ബോംബിന് പുറമെ ഡ്രോണുകൾ ഉപയോഗിച്ച് സുരക്ഷാ കേന്ദ്രങ്ങളെ ആക്രമിക്കാനും ഇവർ പദ്ധതിയിട്ടിരുന്നു. ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിലായി നടത്തിയ വിപുലമായ അന്വേഷണത്തിലൊടുവിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. 588 സാക്ഷിമൊഴികളും 200ഓളം തുണ്ടിമുതലുകളും തെളിവായി ഹാജരാക്കിയിട്ടുണ്ട്. കേസിൽ ഇതുവരെ 11 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നവർക്കായി തിരച്ചിൽ തുടരുകയാണെന്ന് NIA അറിയിച്ചിട്ടുണ്ട്. അന്വേഷണ ഏജൻസിയുടെ അഭിപ്രായത്തിൽ ഇത് ഉയർന്ന തീവ്രതയുള്ള വാഹനത്തിൽ നിന്നുള്ള ഒരു ഇംപ്രൊവൈസ്ഡ് എക്സ്പ്ലോസീവ് ഉപകരണമായിരുന്നു. ആ ഒരു രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു. അതായത് ആ വാഹനത്തിനകത്ത് കൂടുതലായിട്ട് IED ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം നടത്തിയതെന്നാണ് NIA പറയുന്നത്. സ്ഫോടനം വളരെ ശക്തമായിരുന്നതിനാൽ ചുറ്റുമുള്ള പ്രദേശത്ത് വൻ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നിരവധി വസ്തുക്കൾക്ക് നാശനഷ്ടമുണ്ടാകുകയും ചെയ്തു. പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് ഡൽഹി പോലീസിൽ നിന്ന് NIAക്ക് കൈമാറി. NIAയുടെ അന്വേഷണത്തിലാണ് പ്രതികളെല്ലാം അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് എന്ന അൽ-ഖയ്ദയുടെ ഒരു തീവ്രവാദ സംഘടനയുമായി ബന്ധമുള്ളവരാണെന്ന് കണ്ടെത്തിയത്. ഇന്ത്യൻ അൽ-ഖയ്ദയുമായി ഈ സംഘടനയ്ക്ക് നല്ലൊരു ബന്ധമുണ്ട് എന്ന് NIA ഇപ്പോൾ വ്യക്തമായി പറയുകയാണ്. 2018 ജൂണിൽ ആഭ്യന്തര മന്ത്രാലയം അൻസാർ ഗസ്വത്ത് ഉൽ ഹിന്ദ് അതിന്റെ അനുബന്ധ സംഘടനകളെയെല്ലാം തീവ്രവാദ സംഘടനകളായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. റാഡിക്കൽ ജിഹാദിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ സ്വാധീനത്തിലാണ് പ്രതി ആക്രമണം നടത്തിയതെന്നും NIA പറയുകയാണ്. കൂടാതെ ചെങ്കോട്ട ഭീകരപ്രവർത്തനത്തിന് ശേഷം അല്ലെങ്കിൽ സ്ഫോടനത്തിന് ശേഷമാണ് വൈറ്റ് കോളർ ടെററിസം എന്നൊരു വാക്ക് തന്നെ ഉയർന്നു വന്നത്. അതായത് ഈ ചെങ്കോട്ട സ്ഫോടനം നടക്കുന്നതിന് 2-3 ദിവസത്തിന് മുമ്പേ ജമ്മു കാശ്മീരിലും പഞ്ചാബിലും NIA നടത്തിയ അല്ലെങ്കിൽ ATS നടത്തിയ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷനിലാണ് വലിയ രീതിയിൽ ഒരു വീട്ടിനകത്ത് തന്നെ ഗ്രനേഡുകളും അതോടൊപ്പം തന്നെ IEDകളും തോക്കുകളും ഉൾപ്പെടെ കണ്ടെത്തിയത്. അതിൽ 2 പ്രതികളെ പിടികൂടിയിരുന്നു. അതിൽ 3-മത്തെ ഒരാൾ ഡൽഹിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് വാഹനവുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വാഹനത്തിൽ നിറച്ച IED പെട്ടെന്ന് തന്നെ അപ്രതീക്ഷിതമായി പൊട്ടിത്തെറിക്കുന്നത്. യഥാർത്ഥത്തിൽ ചെങ്കോട്ടയിൽ ഒരു സ്ഫോടനം നടത്താനായിരുന്നില്ല ഇവരുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നത്. ആ മാസത്തിന് ശേഷം ആ മാസത്തിന്റെ പകുതി ആകുമ്പോഴത്തേക്ക് അതായത് ഒരു 22-ാം തീയതിയൊക്കെ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ടായിരുന്നു. ആ സമയം ലക്ഷ്യം വെച്ചാണ് ഇവർ ഒരു സ്ഫോടനം നടത്താനായിട്ട് പദ്ധതി ഇട്ടിരുന്നതെന്നാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ശേഷമാണ് ഒരു വൈറ്റ് കോളർ ടെററിസം എന്ന പേര് ഉയർന്നു വന്നത്. അതായത് ഈ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽമാരെയെല്ലാം വലിയ രീതിയിലുള്ള ഒരു പണം നൽകിക്കൊണ്ട് ഈ വൈറ്റ് കോളർ ടെററിസത്തിലേക്ക് കൊണ്ടുവരുന്നു. അതിൽ അവർക്ക് കാരണം ആ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഇവർക്കൊരു നിർദ്ദേശം നൽകുന്നു. ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഭീകരാക്രമണം നടത്തണം. ചിലപ്പോൾ ഇവർ ചാവേറായിട്ട് വന്ന് ഭീകരാക്രമണം നടത്തും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ബോംബ് ഫിറ്റ് ചെയ്തുകൊണ്ടിട്ട് ഒരു വലിയ രീതിയിലുള്ള ബോംബ് ബ്ലാസ്റ്റ് നടത്താനുള്ള ഒരു നീക്കവും ചെയ്യും. അങ്ങനെയാണ് ഈ വൈറ്റ് കോളർ ടെററിസത്തിൽ ഡോക്ടർമാർ, എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ളവർ ഏറ്റവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെയാണ് ഇതിലേക്കായി തെരഞ്ഞുപിടിക്കുകയും ഇവർക്ക് പണം നൽകി ഈ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ വൈറ്റ് കോളർ ടെററിസത്തിന്റെ വേര് തന്നെ അറുത്ത് കളയാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ IBയും NIAയും ROയും ഇപ്പോൾ ഒരു നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്.